عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسل إلى كافة الأنام بشيرا ونذيرا ولكن أكثر الناس لا يعلمون. اللهم صل وسلم على رسولك محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فقد قال تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن الرحيم مالك يوم الدين. صدق الله العلي مولانا العظيم. قال رسول الله صلى الله عليه وسلم: تخلقوا بأخلاق الله. صدق رسوله الأمين. തീർച്ചയായിട്ടും സഹോദര സഹോദരിമാർ, നമ്മൾ ഖുർആൻ ഫജ്ർ എന്നുള്ള സീരീസ് അനുക്രമ പോലെ ഇൻഷാ അല്ലാഹ് സൂറത്ത് ഫാത്തിഹ ഞങ്ങൾ പ്രാരംഭാക്കിയ സൂറത്ത് ഫാത്തിഹയിൽ രണ്ടാമത്തെ മൂന്നാമത്തെ അർത്ഥവ്യാഖ്യാന ഇന്നലെ കഴിഞ്ഞ നാളുകളാക്കി. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയുടെ വിശേഷത്തെ ബഗൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു വരുന്നത്. അതിന്റെ വിശേഷത്തെ ഒരു സംക്ഷിപ്തമായ നിലയിൽ ഞങ്ങൾ അതിന്റെ ബഗൽ ബയാൻ ആക്കി. ഹംദും റബ്ബും ആലമീൻ എന്നുള്ള ചർച്ചയും ഞങ്ങൾ നടത്തിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് ഇസ്ലാമിക ദൃഷ്ട്യ ഹദീസിന്റെ ദൃഷ്ട്യ എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ വിവരിച്ചു. ഇന്ന് രണ്ടാമത് മൂന്നാമത്തെ ആയത്ത് അർ-റഹ്മാൻ റഹീം എന്നുള്ളത്. ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുമ്പോൾ റഹ്മാൻ റഹീമിന്റെ ബഗേലും കൊറിയ ചർച്ച ആക്കി. റഹ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് സിഫത്ത് കൊണ്ട് മുത്തസിഫായ അല്ലാഹു സുബ്ഹാനഹു വ തആല താൻ റഹ്മാൻ എന്നും താൻ റഹീം അല്ലാഹു സിഫത്തേക്ക് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മിൽ കൂടി ലോക മനുഷ്യർ ഇത് ചെന്നുകൊണ്ടുള്ളൂ. അല്ലാഹു റഹ്മാൻ റഹീം. അതിൽ പിന്നെ ഒരു അള്ളാഹുവിന് സ്തുതി അർപ്പണാക്കുക. എല്ലാ സ്തുതിയും അതിന്റെ ബഗലിൽ നമ്മൾ ബയാനാക്കിയ. രണ്ടാമത്തെ റബ്ബ് ആരും അവൻ പ്രപഞ്ചಗಳ കേവല പ്രപഞ്ചതല്ല, പ്രപഞ്ചത്വം വ്യത്യസ്ത വിവിധ വർഗത്തിലുള്ള പ്രപഞ്ചം ഞങ്ങൾ അതിലെ ക്ലാസ്സിൽ ഞങ്ങൾ ബയാനാക്കിയ. അതുകൊണ്ട് അതിന് റബ്ബ് ആര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുൾ വിൽ പവർ അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. സാർവത്രികമായ സർവ വിഷയത്തിലും എല്ലാ നിലയിലും ഫുൾ പവർ അവന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് രണ്ടാമത് ചൊല്ലേണ്ടി വന്നത് അർ-റഹ്മാനിർ റഹീം. മനുഷ്യന്മാർ ഫാത്തിഹ പ്രാരംഭമാക്കിയ റബ്ബുൽ ആലമീൻ ചൊല്ലുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യോ എന്നുള്ള ഒരു പേര് ഹൃദയത്തിൽ ഉദിക്കും. അത് പിന്നെ റിപ്പീറ്റേഷൻ കൂടി നടത്തേണ്ടി വന്നു. അതാവുന്ന റഹ്മാൻ റഹീം എന്നുള്ളത് ഒന്ന് റിപ്പീറ്റ് ആക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സെക്കൻഡ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം എന്നും പറഞ്ഞു. അത് മനസ്സിലാവുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ തൗബ ആക്കിയെങ്കിൽ, ഞങ്ങൾ പശ്ചാത്താപിച്ചെങ്കിൽ, ഞങ്ങൾ ആർക്കെങ്കിലും ആരുടെ എന്തെങ്കിലും എടുത്തുണ്ടെങ്കിൽ കൊടുത്തെങ്കിൽ, പരസ്പര മാനസികമായ ദുഷ്പ്രേരണത്തിൽ ഞങ്ങൾ മോശപ്പെട്ടെങ്കിൽ
ഞങ്ങൾ നല്ല അവ ഞങ്ങൾ സ്വീകരിക്കില്ലാണ്ട് ഒരു തപ്പിൽ നിന്നൊരു മനുഷ്യൻ മടങ്ങിട്ട് തിരിച്ചു വന്നെങ്കിൽ അയാൾ ജിന്ദഗിയിലെ തപ്പ് ആക്കാത്തവന്റെ പോലെ ഹദീസിൽ കാണും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൽ ആലമീൻ ചെന്നൽ പിന്നെയും അർറഹ്മാൻ റഹീം ചെന്നു. നിങ്ങൾ അങ്ങനെ ബേജാറാവണ്ട. റബ്ബുൽ ആലമീൻ നിങ്ങൾ റഹ്മത്താക്കുന്നു. ഞങ്ങൾ ചെന്ന റഹ്മാൻ ചെന്നെങ്കിൽ ദുനിയാവുള്ള അനുസരണ ഉള്ളെങ്കും അനുസരണ കേടാക്കിങ്കും ഭയപ്പെടുത്തും. അനുസരണ ഉള്ളെങ്കും അനുസരണ ഇല്ലാത്തങ്കും അവൻ എന്താക്കുക കൃപക്കുക. അനുസരണ ഉള്ളെങ്കും അനുസരണ ഇല്ലാത്തങ്കും കുഫ്രിയത്ത് ഉള്ളെങ്കും ഇസ്ലാമിയത്ത് ഉള്ളെങ്കും ശിർക്ക് ഉള്ളെങ്കും തൗഹീദ് ഉള്ളെങ്കും വിദഅത്ത് ഉള്ളെങ്കും സുന്നത്തുള്ളെങ്കും പാരത്രികമായ തീരെ ഗമന കൊടുക്കാത്തെങ്കും പാരത്രികമായ കേവല ഗമന കൊടുത്തു ദുനിയാവിൽ പാരത്രിക ചിന്തയെ ബലർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്താക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ റബ്ബുൽ ആലമീൻ ചിന്തിക്ക വേറെ ചിന്തിക്കണ്ട, ഞാൻ റഹ്മാൻ നോക്കൂ റഹീം നോക്കൂ. നല്ലപോലെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചെങ്കിൽ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കൂ അനുസരിച്ചെങ്കിൽ പ്രത്യേക ദർജ റുതുബ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ പിന്നെ വബസ് അർ റഹ്മാനിർ റഹീം എന്നുള്ള സിഫത്ത് അല്ലാഹു റസൂലും ചൊല്ലുന്നു, തഖല്ലഖു ബി അഖ്ലാഖില്ലാ. നിങ്ങൾ സ്വഭാവത്തെ ഇങ്ങനെ സിദ്ധിക്കണം, സ്വീകരിക്കണം. അള്ളാഹുവിന്റെ സ്വഭാവത്തെ നിങ്ങൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാം ഞങ്ങൾ തുറാബിൽ മണ്ണിൽ കൂടി അല്ലെ മാവിൽ തങ്ങിൽ കൂടി ശുക്ല ബിന്ദുവിൽ കൂടി അണ്ടറിൽ കൂടി പല വിശ്വസിച്ചെങ്കിലും ഞങ്ങൾ എല്ലാം അവനെ ഞങ്ങൾ കൂടെ വെറും സബബായ ഉമ്മ അപ്പക്ക് റെസ്പെക്ട് കിട്ടെങ്കിൽ പിന്നെ എല്ലാവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റെസ്പെക്ട് കൂടി അവൻ ചൊന്നലയിൽ ആവുമ്പോൾ അള്ളാഹുവിന്റെ ആരാധന കൂടി ആവും. അതുകൊണ്ട് ശത്രു മിത്രു ഭേദ ഇല്ലാണ്ട്, ധർമ്മത്തിനിടയിൽ ഭേദ ഇല്ലാണ്ട്, തത്വശാസ്ത്രത്തിൽ ഭേദ ഇല്ലാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കുക റഹ്മത്താക്കുക, കൃപാക്കുക, ദയ ചെയ്യുക. അതവർ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തഖല്ലഖു ബി അഖ്ലാഖില്ലാ. നിങ്ങൾ അല്ലാഹുവിന്റെ സിഫത്തിനെ സിദ്ധിക്കും. സിദ്ധിച്ചില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു ഈ സ്വഭാവത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അനുസരിക്കാത്ത തന്റെ അധികാരത്തെ ശുദ്ധിയാക്കിരക്കുമ്പോഴും അങ്ങ് വേറെ സൗകര്യം ദുനിയാവിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ശത്രു മിത്രു ഭേദയില്ലാണ്ട് എല്ലാവരും നന്മ പ്രവർത്തിക്കൂ എന്നുള്ള അർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് തഖല്ലഖു ബി അഖ്ലാഖില്ലാ. ഞാൻ ഫാത്തിഹയിൽ കൂടി ബിസ്മി ഹംദ് എല്ലാം ചെന്നാൽ പിന്നെ നാലാമത്തെ ആയത്തിൽ ചെന്ന മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ നിർണായക ആ നാൾ അല്ലെ പ്രതിഫലത്തെ നാൾ ജസാന്റെ നാൾ അണ്ടത്തെ ഉടമസ്ഥം പ്രപഞ്ചത്തിനെ ഉടമസ്ഥം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ലോകത്തെ മനുഷ്യരെ ആരാധ്യനും അവനും സാമ്രാജ്യവും അവനും അതേപോലെ പ്രതിഫല കണ്ടവനും അവനെ മനുഷ്യലോകത്തെ. അതുകൊണ്ടോ അവന്റെ ബഗൽ നിങ്ങൾക്ക് ഓർമ്മിക്കട്ടെ മാലികി യൗമിദ്ദീൻ, ആ നിർണായക നാളുടെ ഉടമസ്ഥ യജമാനമാണ്. അവന്റെ വിളിപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുക, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ രാജാധികാര അല്ലെങ്കിൽ ആർക്കും അധികാരം ചെലുത്തണമെന്ന് കീഴാൻ കേൾക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖിയാമത്ത് നാളിൽ ആദം നബി അലൈഹിസ്സലാമിൽ തുടങ്ങിയെങ്കിൽ ഖിയാമത്ത് നാൾ 1-ാം താരീഖ് തോറും അതിലെ അല്ലെങ്കിൽ ഈ നാളുകളെ എണ്ട് തോറും വന്ന മനുഷ്യരിലുള്ള എല്ലാ ധിക്കാരിയായ രാജാക്കന്മാരും നല്ല രാജാക്കന്മാരും ശിഷ്ടരും അതുപോലെ ദുഷ്ടരും പല മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിച്ചു കൊടുക്കുക.
ഇവിടെ മാഷർ അണ്ട് കേൾക്കുന്ന വിമനിൽ മുൾക്കുൽ യൗം ഈ നാലൊരു അധികാരം ആർക്ക് നിങ്ങൾ ചൊല്ലുക ഹിറ്റ്ലറിനെക്കാട്ട് വില ഇവിടുത്തെ നമ്രൂദ് തുടങ്ങിയ സർവ്വ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകോട്ടി ഞങ്ങളെതിരിൽ കഴിഞ്ഞുപോയ മനുഷ്യക്കോട്ടി എത്രയുണ്ടോ അങ്ങനെ എല്ലാവരെയും അങ്ങ് തെരിയും പോലെ അങ്ങനെ ആ ശരീരവും മനസ്സും ജന്തും മുക്കും പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിച്ചു കൊടുക്കുക. എന്തിനു വേണ്ടി? ഈ ദുനിയാവിൽ ഇമ്മ ഷാക്കിറൻ ഔ ഇമ്മ കഫൂറ. ഇവിടെ നിങ്ങൾക്ക് ജന്നത്തിലുണ്ട്, ഫ്രീഡം ഉണ്ട്. വിൽ പവർ അള്ളാഹുവിന്റെ കയ്യിൽ മാത്രം. നിങ്ങൾക്ക് നല്ലതൊരു സെലക്ഷൻ ആക്കാം. അല്ല ഇഷ്ടയില്ല നിങ്ങൾക്ക് ബെടുക്കര നിങ്ങൾക്ക് സെലക്ഷൻ ആക്കാം. ബെടുക്കര മാത്രം സെലക്ഷൻ ആക്കി നരകം നിങ്ങളുടെ പേരുകളുള്ളൂ. നല്ലതിനെ മാത്രം സെലക്ഷൻ ആക്കി നിങ്ങൾക്ക് സ്വർഗവും. ഇതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശം നിങ്ങൾക്ക് അങ്ങനെ ഫ്രീഡം. ബാക്കി ലോകത്തെ ഒരു മൃഗത്തിനും ഒരു പക്ഷിക്കും ഒന്നിനും കൊടുക്കാത്ത ഒരു ഫ്രീഡം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറായ മനുഷ്യന് അല്ലാഹു കൊടുക്കുക. നീ സ്വർഗത്തെ വേണമെങ്കിൽ സ്വർഗത്തെ പണിയും, നരക വേണമെങ്കിൽ നീ നരകം. ഈ നിർണായക നാല് മനുഷ്യരെ കൂട്ടിയിട്ട് ഇക്റ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. അങ്ങനെ കുഞ്ചിൽ ജണ്ട് ഗ്രന്ഥത്തെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതെന്ത് ആ ചിപ്പുര ബഗൽ ലോകശാസ്ത്രമേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ലാസിമാക്കിയ മനുഷ്യന്മാരെ പെരടിൽ കൂടി ഞങ്ങൾ ഉണ്ടാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലും അല്ലാഹു പുറത്തു വന്നു. എല്ലാ മനുഷ്യന്മാരെയും പെരടിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തെടുക്കുക. ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ചിപ്പു അല്ലെങ്കിൽ പിന്നെ വേറെ ചൊല്ലുമ്പോൾ ചെറിയ വസ്തു ലോകത്തെ കോടി സാമാനത്തെ ഞങ്ങൾക്കതൊക്കെ ഫിറ്റാക്കി തീരുന്നെങ്കിൽ അത് സേവാക്കി തീരുന്നെങ്കിൽ പടച്ചമ്പുരാൻ മാനവ ലോകത്തെ മനുഷ്യരെ പിന്നെ വർത്തമാന കാലത്തുള്ളെങ്കിലും ഭവിഷ്യത്ത് കാലത്തിന് ബന്ധങ്ങളെയും അതുപോലെ ഭൂതകാലത്തിൽ പോയെങ്കിലും എല്ലാവരും കൂടി അങ്ങനെ മസ്തിഷ്കത്തെ ചലനത്തെ വകയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പങ്കവല്ല. ഇക്റ കിതാബക നീ നിന്റെ ബുക്ക് ഓതു. ഇക്റ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. നിന്റെ എന്ത് വിചാരണയ്ക്ക് നിന്റെ ബുക്ക് എനിക്ക് മയ്യാവും, നീ അത് പറയും. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. സൂറത്ത് കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചൊല്ലു. എന്തൊരു ഗ്രന്ഥം, അത്ഭുതത്തെ ഗ്രന്ഥഭാവം. ഞങ്ങളെ ചെറിയൊരു മേറ്റതും വലിയതും എന്തും മുടാണ്ട് ലിഖിത രൂപത്തിൽ കൂടി എഴുതപ്പെട്ടൊരു ഗ്രന്ഥത്തെ അത് അവർ മാനിക്ക്. സൂറത്ത് ഇൻഫിത്താറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുക, വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. നബിയുടെ അല്ലാഹു കേൾക്കുക. അല്ല ഓരോ മനുഷ്യർക്ക് കേൾക്കുക. വമാ അദ്റാക നിക്ക് എന്റെ അതിന്റെ പകൽ വിവരം തന്നെ വസ്തു എന്തിന് യൗമുദ്ദീൻ ചെന്നിട്ട് ഡെയിലി ഫർദാനിലേക്ക് പോണിയിൽപ്പെട്ട മാലിക് യൗമുദ്ദീനും സുന്നത്ത് നിസ്കാരത്തിലും മയറ്റ് നിസ്കാരത്തിലും ഗ്രഹ നിസ്കാരത്തിലും മലക്ക് പേരിലുള്ള ദുആ നിസ്കാരത്തിലും എല്ലാവരും നീ ഫാത്തിഹ ഓതുമ്പോ നീ മാലിക് യൗമുദ്ദീൻ ചൊല്ലല്ലേ. ഒമാ അദ്റാക മാ യൗമുദ്ദീൻ. സുമ്മ പിന്നെ റിപ്പീറ്റ് ആക്കുക, ഒമാ അദ്റാക മാ യൗമുദ്ദീൻ. എന്തിന് യൗമുദ്ദീൻ? ഈ യൗമുദ്ദീൻ ചൊന്നുണ്ടല്ലേ. അല്ലാഹു ജവാബ് ചെന്നാ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ. ഒരു തടി പിന്നൊരു തടിക്ക് എന്തും സ്വാധീനാക്കാത്ത വലിയൊരു ഷെയ്ഖായ അബ്ബുണ്ട്, ഒരു ദുഷ്ടനായ മോണുള്ള എങ്കിൽ അബ്ബക്ക് എന്താക്കണം? വലിയൊരു ഷെയ്ഖ്, വലിയൊരു മുരീദ്, ദുഷ്ടനായ മുരീദ്, ശിഷ്ടനായ ഷെയ്ഖ്. ലാ യംലികു ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ. ഒരു തടിയും പിന്നൊരു തടിക്ക് ഷയ്യൻ എന്തു ആ സ്വാധീനമേ അവർക്ക് ഓണർഷിപ്പ് ഒരു അധികാരം അള്ളാഹു നൽകാത്ത നാളാവ് നിർണായകമാണ്. അവിടെ രേഖപത്ര അവന്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. അവന്റെ രേഖപത്ര, അവന്റെ കടലാസ് അവന്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ആക്കി പണിത ഇത് ഫഅമ്മാ കിതാബ് ബിയമീൻ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. ഭക്തകിൽ നേരെ തന്നെ അവന്റെ അവസ്ഥ ശരിയൊരു ഹിസാബിലോ രക്ഷപ്പെടുമ്പോ വമ്മാമൻ ഊറ്റിയ കിതാബോ വറാഅ ളഹ്രിഹി ഫസൗഫ യദഉ ഖുബൂറൻ വയസ്ലാ സഈറ.
ഇടത്ത കയ്യിൽ കൂടി അവന്റെ ഒരു നഹസ് പോലെ അപശകുനെ പോലെ അവർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ പിടിഞ്ഞിന്റെ കിതാബ് നോക്കു ചൊല്ലുമ്പോൾ അവൻ നഷ്ടത്തെ വിളിച്ചു കൊണ്ടിരിക്കും. അതിലെ വ്യാഖ്യാനങ്ങൾ വേറെ വേറെ ആയാത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഇത് ഭാരി നിർണായകമാണ്. ആ 4 മനുഷ്യന്മാരെ രേഖ, മനുഷ്യന്മാരെ എല്ലാവും കണ്ണും കയ്യും അവരുടെ നന്മയും തിന്മയും അവരുടെ തൂക്കന്റെ ആമാണ്. ആ നാളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ വിചാരണയെടുക്കുന്ന നാൾ ആ നാൾ മാനിക്കുകയും അതുകൊണ്ട് അവർ ഞങ്ങൾ ഹംദു റബ്ബുൽ ആലമീൻ ചെന്നതിന് റഹ്മാൻ റഹീമായ അല്ലാഹുവിനെ നീന് മാനിക്കുകയും ആ പ്രതിഫല നാളിനെ നിർണായക നാളെ ഉടമസ്ഥൻ നീനെ. അതുകൊണ്ട് അന്നത്തെ പകൽ പേടിച്ച് ഞാനും എൻ്റെ മട്ടിൽ ഞാൻ പേടിച്ച് ജീവിച്ചു കൊണ്ടുള്ള എന്നുള്ള അർത്ഥ കുറിക്കും പോലെ അവൻ മാനിക്കുകയും ആ നാളല്ല. ഇതിൽ പേടിച്ച് ഉലമാക്കമാണ് സഹാബത്തെ കിരാം റളിയല്ലാഹു തആല അൻഹു അതുപോലെ താബീൻ എല്ലാവരും അങ്ങനെ പകൽ വ്യത്യസ്ത ചരിത്രങ്ങളും എന്നാൽ വ്യത്യസ്ത ചരിത്രം വന്നത് അങ്ങനെ ജാഗ്രത, എടുക്കൽ കൊടുക്കലുള്ള ജാഗ്രത, നിസ്കാരത്തിലുള്ള ജാഗ്രത, അങ്ങനെ അഖീദയുള്ള ജാഗ്രത തപ്പാണ്. അങ്ങനെ ഈമാന്റെ ആ തജ്ദീദ് ഈമാനാകുമ്പോൾ തജ്ദീദാക്കുന്നതിനുള്ള ജാഗ്രത, വ്യവഹാരത്തിൽ മുആമലാത്തുള്ള ജാഗ്രത, എടുക്കൽ കൊടുക്കലുള്ള ജാഗ്രത. ഇവിടെ എന്തും ഒരാളെ എന്തെങ്കിലും ചെറിയൊരു നിരക്ക് ചുറ്റിയാക്കി നഷ്ടപ്പെടുത്തെങ്കിൽ ആ നഷ്ടത്തെ നാളെ और खैर आके होगा पादरी जाओगे आकटा खैर अल्लाह नाले प्रकाश बोले अल्लाह शर्रा किया शर्रा आके മനുഷ്യനോട് ശർറ ആക്കപ്പെട്ട ആളുടെ തൗബാക്കാത്തവൻ അല്ല അപഹരിച്ച വസ്തുവിനെ പിറവ് കൊടുക്കാത്തവൻ അല്ലെങ്കിൽ എന്റെ മാനസികമായ ബേജാര ആക്കിയത് പുറത്തുപെടാത്തവൻ എല്ലാം ആ ഷർറ് കൊമയ്യാളുകൾ നിസ്കാര ദർഗത്തിൽ ഷർറൻ യറ ആ ഷർറ് യറഹു അതിലും കണ്ടെത്തി തീരു ആ അത് മാനിക്കുകയോ അതുകൊണ്ട് ഞങ്ങൾ ഫാത്തിഹ ഇങ്ങനെ ഓതി വിടുന്നുള്ള എന്തിനെ ഇത് മാനിക്കുകയോ മുറ്റി അത് ഖുർആൻ ബയാനാക്കി യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഒരു തടി പിന്നൊരു തടി എന്തും ചെയ്യരുത്. ഞാൻ അബ്ബായൊന്നും സാറുള്ള വില ജമീനെ വിട്ടുള്ളൂ, നീ പേടിക്കേണ്ട ചില സാധ്യം പാടില്ല. നൂഹ് നബി അലൈഹിസ്സലാം മോണ്ട് നോക്കുമ്പോൾ അതേപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹു തന്റെ അബ്ബ ലൂത്ത് അലൈഹിസ്സലാം തന്റെ വൈഫ് ഇങ്ങനെ തുടങ്ങിയ സർവ്വം ലോകത്തെ വ്യത്യസ്ത വർഗത്തിലുള്ള മനുഷ്യരെ അങ്ങനെ ആ ജാഗയിൽ ഒന്ന് രക്ഷപ്പെടുത്ത സാധ്യമാണ്. അവിടെ രക്ഷപ്പെടുത്തുന്നതിലെ നല്ല മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തുൽ ഉളുമ എന്നുള്ളത് അവസാനം അതും നക്കൊരു ലിമിറ്റ് ഒരു ലിമിറ്റേഷൻ അല്ലാഹു ഒരു ഗരേറ്റ് എന്നതാണ്. നീ ആരെ ഷഫാഅത്താക്കാൻ അങ്ങ് യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ നിന്റെ മാത്രം ആരാധിച്ച് അവിടെ അടിമത്തത്തെ നക്ക് മീശ്വരാക്കി നക്ക് നിന്റെ പകൽ ശിർക്കാക്കാത്തെ നക്ക് മാത്രം ആരാധന ചെയ്യും. ഏതിക്കലും ഏത് സമയത്തിലും നിന്റെ മാത്രം വിളിച്ചു ആ ഒന്നുകു നിങ്ങൾ ഷഫാഅത്താക്കൂ എന്നുള്ളത് ഷഫാഅത്തുൽ ഉളുമ എന്നുള്ള ഗംഭീരമായ അത്യാവശ്യമായ ഒരു ഷഫാഅത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അത് ಹೊರತು അവന് സ്വാലിഹായ അമൽ മാത്രമേ അവനക്ക് ഉപകാരം ചെയ്യൂ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഹംദും അതുപോലെ റഹ്മാനുർ റഹീമും മാലിക് യൗമിദ്ദീൻ ചുരുങ്ങിയ നിലയിൽ മനസ്സിലാക്കിയ ഫാത്തിഹ ഓതുമ്പോൾ ആ ഓർമ്മ കൽബിലുണ്ടാവും. ഞാൻ എന്തിനെ അള്ളാഹുവിന്റെ ഫാത്തിഹ ചെന്നുകൊണ്ടുള്ള അതിൽ അനുസൃതമായ നിലയ്ക്ക് ജീവനത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ അതിൽ അനുബന്ധന ഒരു ക്രമീകരണം ഉണ്ടാകില്ലേ എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചെറിയ പൽക്കം എന്റെ പ്രവർത്തി ജണ്ടവാക്കിയില്ല, ഒരു ഫീലും ഒരു കൗലും താവുള്ളാവത്തില്ല, എതിരാവത്തില്ല. എന്റെ ഈ പ്രവർത്തനം എൻ്റെ ഈ ചെലുത്ത് എൻ്റെ ജിന്ദഗിയുള്ള പ്രവൃത്തിയോട് യോജിപ്പുണ്ടോ, നക്കത് എൻ്റെ സ്പന്ദന അതിലുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അയാൾ ഫാത്തിഹത്തെ മനസ്സിലാക്കണം. അത് ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ നാളെ ഇന്നത്തെ ക്ലാസ്സിൽ കൂടി ഞങ്ങളുടെ ഈ ഖുർആൻ ഫജ്ർ എന്നുള്ള സീരീസ് ഇനി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ
മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തെ നല്ലപോലെ മനസ്സിലാക്കണം. ഇതിൽ തഫ്സീർ ഫഖറുദ്ദീൻ രാജ തഫ്സീർ ചെറിയ തഫ്സീർ ഇതെന്താണ് അതിനെന്താണ് സ്പന്ദിച്ചുകൊണ്ടും കണക്ഷൻ കൊടുത്തുകൊണ്ടും അതിനോടുകൂടെ ബന്ധിപ്പിച്ചിട്ട് അവർ അതിനെ മുന്നോട്ട് പോയിക്കൊണ്ടുള്ള പ്രിയ സഹോദര സഹോദരികളെ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലൽ നക്കും അതിന് പ്രയോജന അള്ളാഹു തരണം. നിങ്ങളെല്ലാവരും കേൾക്കിടക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രയോജനത്തെ ഉണ്ടാക്കി തരണം. ഇത് ഖുർആൻ ഫജ്ർ നിത്യനങ്ങൾക്കുള്ള ജീവിതത്തിൽ ഒരു ബറക്കത്ത് തീരട്ട്, ഒരു പ്രകാശത്ത് തീരട്ട്. ഞങ്ങളുടെ ജിന്ദഗിയിൽ ഞങ്ങൾ ബാക്കിയുള്ളവർക്കും ആ പ്രകാശದ തണൽ നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മാരകമായ മഹാമാരിയായ കൊറോണ കോവിഡ്-19 രക്ഷ ചെയ്യേണ്ട നല്ല മനുഷ്യരിലും ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിട്ട് മനുഷ്യലോകത്തെ പരിശ്രമിക്കാൻ കാത്ത് രക്ഷിക്കും. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. وآخر دعوانا ودعواهم أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.